welcome to Flavors of India. അപ്പോൾ നമ്മളിപ്പോഴും വടക്കൻ പറവൂരിൽ തന്നെയാണ്, കൊച്ചി പരിസര പ്രദേശങ്ങളൊക്കെ. അപ്പോൾ ഈ വടക്കൻ പറവൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, കാണാനുണ്ട്, കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പഴയ ഒരു ഹെറിറ്റേജ് ഏരിയാസ്, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരെല്ലാം വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ചിട്ട് ധാരാളം എക്സ്കവേഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് പണ്ടത്തെ ഒരു കാലത്തെ വളരെ ഗ്ലോറിയസ് ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ട്രേഡ് റൂട്ട് തന്നെ, ട്രേഡ് റൂട്ട് എന്ന് പറയുമ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന്, അതായത് സൗത്ത് ഇന്ത്യയിലേക്കുള്ളൊരു എൻട്രി പോയിൻ്റ് പോലെ എന്ന് തന്നെ പറയാം. ഒരു മുസൂറീസ് എന്ന് പറയുന്നൊരു പോർട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ മുസൂറീസ് പോർട്ട് എവിടെയായിരുന്നു, എവിടെ പോയി, എങ്ങനെയാണ്, ഇതൊക്കെ ചരിത്രകാരന്മാർ ഇങ്ങനെ ചകഞ്ഞ് അവസാനം കണ്ടെത്തിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, അതായത് കൊടുങ്ങല്ലൂരായിരുന്നു മുസൂറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഇതൊരു തിയറിയാണ്, പക്ഷേ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ഇത് കൊടുങ്ങല്ലൂരാണ് മുസൂറീസ് എന്ന് പറയുന്നു, അത് ഒരു വിഭാഗം എതിർക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു അതൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ്, പക്ഷേ എങ്കിലും മെജോറിറ്റി ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്നതും മുസൂറീസ് തന്നെയാണ്. കാരണം എക്സ്കവേഷൻസിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഗോൾഡ് കോയിൻസ്, റോമൻ കോയിൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ധാരാളമായിട്ട്. അങ്ങനെ ഈ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു എന്നും, ട്രേഡ് റിലേഷൻ നടന്നുകൊണ്ടിരുന്നു എന്നും, ഇതൊരു വലിയൊരു ഒരു പോർട്ടായിരുന്നു എന്നും, ഭയങ്കര ഒരു വലിയൊരു തുറമുഖമായിരുന്നു എന്നാണ് പറയുന്നത് ഈ മുസൂറീസ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ കേരള ടൂറിസം തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ഒരുപാട് ചരിത്ര വഴികളിലൂടെ ഇവിടെ വരുന്ന സ്വദേശികളും വിദേശികളുമായിട്ടുള്ള സഞ്ചാരികളെ ഈ ഒരു മുസൂറീസ് എന്ന് പറയുന്ന ഈ റൂട്ടിലൂടെ അവർ കൊണ്ടുപോകുന്നു. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ആദ്യകാലത്തൊക്കെ ഒരുപാട് എന്താ പറയുക, ധാരാളം റോമൻസും പേർഷ്യൻസും ഇങ്ങനെ അറബ്സും ഒക്കെ വന്നുകൊണ്ടിരുന്നൊരു സ്ഥലം. അപ്പോൾ ഗ്രീക്ക് ആൻഡ് റോമൻ കോയിൻസ് അതെല്ലാം ഇവിടുത്തെ ധാരാളമായിട്ട് ഈ പ്രദേശത്തു നിന്നെല്ലാം കിട്ടിയിരുന്നു. അപ്പോൾ ഒരു റൂട്ടാണത്. ആ റൂട്ടിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിലൂടെ നമുക്കും സഞ്ചരിക്കാൻ ഇപ്പോൾ ഭാഗ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള ടൂറിസം മുസൂറീസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ഇതൊരു ഹെറിറ്റേജ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു ബോട്ട് യാത്ര, ഒരു AC ബോട്ടിൽ ക്രൂയിസ് നടത്താൻ നമുക്ക് സാധിക്കും. കുറേ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പോയിൻറ്റ്സിലൂടെ അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ തട്ടുകടവ് എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് ഞാനിപ്പോൾ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് വന്നാൽ പോകാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പരിചയപ്പെട്ട് അവരിൽ നിന്ന് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. അതല്ല എൻ്റെ ശരി. ഹലോ, സജ്ന മ്യൂസിയം മാനേജർ. ഓക്കെ, സജ്ന ആണ് ഇവിടുത്തെ ഈ മുസൂറീസ് ടൂറിസം പ്രോജക്റ്റിൻ്റെ ഇവിടുത്തെ ചാർജ് അല്ലേ? ബോട്ടിങ്ങിൻ്റെ ചാർജ്. അപ്പോൾ മ്യൂസിയം മാനേജർ എന്നാണ് അതിന് പറയുക അല്ലേ ഈ ഒരു പ്രോജക്റ്റ്? അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ. അതായത് എത്ര ബോട്ട്സാണ് നിങ്ങൾക്ക് ഉള്ളത്? നമുക്ക് 11 ബോട്ട്സാണുള്ളത്. അതിൽ 6 വലിയ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബോട്ടുകൾ. ഓക്കെ, ബാക്കി 5 ചെറിയ വാട്ടർ ടാക്സീസ്. അതിൻ്റെ വ്യത്യാസം എന്താണ്? വാട്ടർ ടാക്സീസ് പറഞ്ഞാൽ ടാക്സിയിൽ 6 പേരുടെ കപ്പാസിറ്റി, ചെറിയ ബോട്ട്. മറ്റത് 24. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുക എന്നുള്ളത് വാട്ടർ ടാക്സീസിന് പറ്റില്ലേ? എല്ലായിടത്തും പറ്റും. ഇറക്കിയാണ് ഈ ടൂർ പ്ലാൻ ചെയ്തിരുന്നത്. ഹോപ്പ് ഓൺ ആൻഡ് ഹോപ്പ് ഓഫ്. 8-9 മ്യൂസിയങ്ങളിൽ അങ്ങനെയാണ് ഈ പാക്കേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് ഒരു 5:30 അവസാനിക്കുന്ന പാക്കേജ് വരും. ഹെറിറ്റേജ് ട്രിപ്പാണ്. അപ്പോൾ ഒരു ഹെറിറ്റേജ് ട്രിപ്പ് നമ്മുടെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്ന ആ സമയം. അപ്പോൾ അത് പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡ് ഉണ്ടാകും. ഓരോ സ്പോട്ടിലും നിർത്തും. അതാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അങ്ങനത്തെ ബസ്സൊക്കെ ധാരാളം ഉണ്ടാവും, ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. അതുപോലെ ഇത് ജലമാർഗം നമ്മൾക്ക് നമ്മുടെ ചരിത്രം കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം? റേറ്റ് നമ്മൾ ഒരു 24 പേര് വരികയാണെങ്കിൽ 19,800 രൂപയാണ്. 19,000.
ഫുഡ് രാവിലെ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഫിഷ് കറി, ഫിഷ് ഫ്രൈയോട് അതിനകത്താണോ ഭക്ഷണം? ഇല്ല, നമ്മുടെ മുസ്ലിം പ്രോജക്റ്റിന്റെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ കൊണ്ടുപോകും. കോട്ടപ്പുറം വാട്ടർഫ്രണ്ടിൽ പോർച്ചുഗീസ് റെസ്റ്റോറന്റ് ഉണ്ട്, ഗോതിരത്തിലൊരു രുചി റെസ്റ്റോറന്റ് ഉണ്ട്. ഈ 2 റെസ്റ്റോറന്റുകളിലായിട്ടാണ് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയോട് കൂടിയിട്ടുള്ളൊരു നാടൻ ഊണ്, വൈകിട്ടൊരു ടീ ആൻഡ് സ്നാക്സ്. ആ ടീ ആൻഡ് സ്നാക്സ് കൊടുക്കുന്നത് കോട്ടപ്പുറം കോട്ട, പോർച്ചുഗീസ് കോട്ടയിൽ. അത് നമ്മൾ കുടുംബശ്രീക്കാരാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഭക്ഷണമായിരിക്കും കിട്ടുന്നത്, പേടിക്കാതെ കഴിക്കാം നല്ല രീതിയിൽ. അപ്പോൾ ഇതൊരു നല്ലൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. കാര്യം 19,800 അല്ലേ ഫോർ 24 പീപ്പിൾ, ഇൻക്ലൂസീവ് ഓഫ് ഫുഡ്. അപ്പോൾ അത് നല്ലൊരു 1 ഡേ പിക്നിക്കിനുള്ള ഏറ്റവും നല്ലൊരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. പിന്നെ ഈ കുട്ടി ബോട്ടിനാണെങ്കിൽ എത്രയാകും? ചെറിയ ബോട്ടിനാണെങ്കിൽ ഒരു 6,100 രൂപയോളം വരും. എങ്കിലും ഒരു പെർ ഹെഡ് ഒരു 1000 അത്രല്ലേ വരുന്നുള്ളൂ. അതും ഫുഡ് ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ ഇതെല്ലാം തന്നെ AC ബോട്ട്സ് ആണ് അല്ലേ? അപ്പോൾ അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതിപ്പോൾ വളരെ വൈകിയാണ് ഞാനിവിടെ എത്തുന്നത് കേട്ടോ. ഇത് എത്ര നാളായി നിങ്ങൾ ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് 2014 അപ്പോൾ ഏതാണ്ട് ഒരു 6 വർഷമായി ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പാക്കേജ് ആയിട്ട് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളം സ്റ്റാർട്ട് ചെയ്തു. നല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കൂടുതലും ഫോറിനേഴ്സ് ആണോ? ലോക്കൽ ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നല്ല കാര്യം. അപ്പോൾ നമുക്ക് ഒരു ട്രിപ്പ് എടുക്കാം. ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പോൾ വളരെ സാവകാശം എല്ലാം കണ്ട് ഇതൊരു 1 ഡേ ടൂറാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കും ഇതെല്ലാം കാണാം. ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണത് സിനഗോഗിൽ. അവിടെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽ വന്ന് കയറുന്നത്. തിരിച്ചിവിടെ വരുമോ? അത് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് അതാണ്. പോയിന്റ് മനസ്സിലായി. കേരളത്തിലെ ഏറ്റവും വലിയത്, ഇന്ത്യയിലെ 2ാമത്തേത്. ഇത് 1164 ഈ പള്ളി. 1164 പള്ളിയാണ്. ഇപ്പൊ നമ്മൾ ആ കാണുന്ന സ്ട്രക്ചർ 1616 എന്ന് വെച്ചാൽ 1164 പള്ളി കത്തിപ്പോയി എന്നാ പറയണത്. അതിന്റെ സ്ട്രക്ചർ അവിടെ കാണാം. അവിടെ ഒരു ആർക്കിയോളജി എക്സ്കവേഷൻ ചെയ്ത സ്ഥലമുണ്ട്. അതാണ് ഫസ്റ്റ് പള്ളിയുടെ എക്സ്കവേഷൻസ് ആയിട്ട് നമുക്ക് അവിടെ അത് കാണാൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ 11th സെഞ്ചുറിയിലാണ് ആദ്യം വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതുക്കി വന്ന പുതിയ സ്ട്രക്ചറാണ് 16th. കാണുന്ന സ്ട്രക്ചർ 1616. അപ്പൊ എന്തായാലും അതും വലിയൊരു പ്രധാനപ്പെട്ട സ്ഥലം. 3 സിനഗോഗുകൾ നമ്മളുടെ പ്രൊജക്റ്റിലുണ്ട്. ഉണ്ട്. ഒന്ന് പറവൂര്, ചേന്നമംഗലം, മാള സിനഗോഗ്. അവിടെ ഒരു സിമിട്രി കൂടിയുണ്ട്. അത് നമ്മുടെ ഇതിൽ കവേർഡ് ആവോ? ഇല്ല, മാള കവേർഡ് ആവൂല. അല്ല, ഇതോ ചേന്നമംഗലം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ റീസെന്റ് നമ്മൾ എടുത്തിട്ട് വർക്കുകൾ നടത്തും. എന്തായാലും എല്ലാം ഇങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. പ്രിസർവ് ചെയ്തിട്ട് കൺസർവേഷൻ. അതായത് മുസ്ലിം പ്രോജക്റ്റ് നമ്മുടെ കൊടുങ്ങല്ലൂർ മതിലകം തൊട്ടിട്ട് ചേന്നമംഗലം കോട്ടയിൽ കോവിലകം അറ്റം വരെയാണ് പ്രോജക്റ്റിന്റെ ആ ഒരു ഏരിയ. അപ്പോൾ ആദ്യം പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്. എത്ര ടോട്ടൽ 8 പോയിന്റ്സ് എന്നല്ലേ പറഞ്ഞേ പോയി കാണേണ്ടത്? അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂയിഷ് സിനഗോഗ്. അവിടുന്ന് അത് ഇച്ചിരി നടക്കണം, അവിടുന്ന് അല്ലേ? കുറച്ച് നടന്ന് അത് കണ്ടിട്ട് തിരിച്ചിവിടെ വന്നിട്ട് നമ്മൾ ബോട്ടിൽ കയറി പോകും. ബോട്ട്സൊക്കെ ഇവിടെ റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലല്ലോ, വലിയ ബോട്ടിലായിരിക്കും അല്ലേ പറഞ്ഞത്? നമ്മൾക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു പാക്കേജ് തരുകയാണ് അവർ. അപ്പോൾ ഇനി ഒരു ചെറിയ ബോട്ട് ഓടിക്കുന്ന സ്രാങ്കുമാരാണ്. ശരി, നമസ്കാരം. ബോട്ടിൻ്റെ കംപ്ലീറ്റ് ഓരോ ബോട്ടിൻ്റെയും ചാർജുള്ള ആൾക്കാരാണ്. അപ്പോൾ സിനഗോഗിലേക്ക് നടന്ന് പോവാണ്. ഈ ഒരു പോർട്ട് ഏരിയയിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഇതുമല്ല ഇവരുടെ പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് ഇതുവരുടെ മാർക്കറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. അതും മുസൂറീസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. അതെ, നമ്മളുടെ ബോട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേ നോക്കിയേ. അപ്പോൾ നമ്മൾ ജൂയിഷ് സിനഗോഗിൽ നിന്ന് തിരിച്ച് വന്ന് ഇതിൽ വന്നിട്ട് കയറി പോകണം. ഇത് ചാർലി മൂവിയിൽ കാണിച്ചിട്ടുള്ള ബോട്ടാണെന്നാണ് പറയുന്നത്. ഈ റോഡ് നടന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഏരിയയാണ്. അത് ചൊവ്വയും വെള്ളിയാണ് ഇവിടുത്തെ മാർക്കറ്റ് ഡേയ്സ് എന്നാണ് പറയുന്നത്. ഇന്ന് ശരിക്കും മാർക്കറ്റുള്ള ദിവസമാണ്, മാർക്കറ്റ് ഡേ ആണ്. അത് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന പറവൂരിലെ ജൂയിഷ് സിനഗോഗ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം സിനഗോഗിലേക്ക് പോകാൻ. പക്ഷേ ഞാൻ ഇച്ചിരി കൂടെ മുന്നോട്ട് നടക്കുകയാണ്. നമ്മൾക്ക് പറവൂർ മാർക്കറ്റും കൂടി ഒന്ന് കാണാം. കാര്യം ഇന്ന് മാർക്കറ്റ് ഡേ ആണ്.
നടന്ന് പറവൂർ മാർക്കറ്റ് ചന്തയിലെത്തി. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഈ തറയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, കല്ല് പാകി, ഈ വരുന്ന വഴികളെല്ലാം തന്നെ കല്ലുപാകിയ വഴികളും ലൈറ്റ്സൊക്കെ വെച്ചിട്ട് വഴി വിളക്കുകളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫിക്കേഷൻ നടന്നിട്ടുണ്ട് ഈ മാർക്കറ്റ് ഏരിയയും ആ റോഡും. അതെല്ലാം തന്നെ ഈ മുസൂറീസ് ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ് ഗവൺമെൻറ്. നോക്കൂ, ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ ഇതൊരു കൊലയുടെയൊക്കെ ചന്തയായിട്ടാണ് കൂടുതലും കാണുന്നത്. ഇഷ്ടം പോലെ കൊലകൾ വരുന്നു. ഇത് ഹോൾസെയിൽ മാർക്കറ്റാണ്. ഇവിടെ രാവിലെ 4:30 ആക്ടിവിറ്റി തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് മണി 10:30 ആകാറായി. അപ്പോൾ ഏതാണ്ട് ഒതുങ്ങിയ പോലെയാണ്. കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഇത് ഹോൾസെയിൽ മാർക്കറ്റാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പഴക്കച്ചവടം, പിന്നെന്താ കപ്പ, പിന്നെ വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. രാവിലെ ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, തിരക്കും ഒരുപാട് കൂടുതൽ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഏതാണ്ട് ക്ലോസിങ് ടൈം ആകുന്ന ഒരു ടൈമാണ്. നമ്മളിപ്പോൾ ജൂയിഷ് സിനഗോഗിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറി. മാർക്കറ്റിൽ നിന്നും ഇപ്പുറത്തെ മാർക്കറ്റ് എത്തുന്നതിന് മുന്നേ ആണ് ശരിക്കും ആ റോഡ്. മാർക്കറ്റിൽ നിന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. ഇനി ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഇത് പണ്ട് ജൂത തെരുവായിരുന്നു, ജ്യൂ സ്ട്രീറ്റ് ആയിരുന്നു. ഇപ്പോൾ ജൂതന്മാരാരും ഇവിടെ ഇല്ല. കാര്യം ഒരു 10 ജൂതന്മാരെങ്കിലും ആരാധനാലയത്തിൽ വന്നാൽ മാത്രമേ അവിടെ ആരാധനാലയം ഒരു എന്താ പറയുക പ്രേയേഴ്സൊക്കെ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്, പൂജയും കാര്യങ്ങളും. അപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല. ഇതിപ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻ ഫാമിലീസാണ്, ജ്യൂസ് അല്ല. അവരെല്ലാം ഇവിടെ നിന്ന് മാറി. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മൾ ജൂതപ്പള്ളിയിലെത്തും, ജൂയിഷ് സിനഗോഗ്. അങ്ങനെ നമ്മൾ ആ ജൂതത്തെരുവിലൂടെ നടന്ന് ജൂതപ്പള്ളിയുടെ ഫ്രണ്ടിലെത്തി, ജൂയിഷ് സിനഗോഗ്. അങ്ങനെ ജൂതപ്പള്ളിയുടെ ഉള്ളിലേക്ക് ഫസ്റ്റ് എൻട്രൻസ് കയറി കഴിഞ്ഞു. വരുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പറവൂർ ജൂതപ്പള്ളി. കേരളത്തിലെ ജൂത സാന്നിധ്യം അടയാളപ്പെടുത്തുന്നവയാണ് ചെറുതും വലുതും പഴയതും പുതിയതുമായ ജൂതപ്പള്ളികൾ. വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകൾ, ജൂത പെൺപാട്ടുകൾ, അങ്ങിങ്ങ് കാണുന്ന ശിലാലിഖിതങ്ങൾ തുടങ്ങിയവയാണ് ചരിത്രത്തിൻ്റെ കൈച്ചൂണ്ടികൾ. അങ്ങനെ നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ. ഇന്ന് അവശേഷിക്കുന്ന ജൂതപ്പള്ളികളിൽ സുദീർഘമായ പാരമ്പര്യം തുടിക്കുന്നതാണ് പറവൂരിലെ ഈ പള്ളി. അപ്പോൾ അത്ര ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. അതിന് തന്നെ ഇംഗ്ലീഷായിട്ടുള്ള കാര്യങ്ങൾ എഴുതി, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ പള്ളിയാണ് നമ്മളിപ്പോൾ ഈ കയറി നിൽക്കുന്ന സ്ഥലം. ഇതിനകത്ത് ഇവിടെ നമുക്ക് ഗൈഡുണ്ട്. ഈ ഗൈഡ് തന്നെയായിരിക്കും നമ്മളുടെ ഈ ട്രിപ്പിൽ ത്രൂ ഔട്ട് നമ്മളോടൊപ്പം ഉണ്ടാകുക. പിന്നെ ഇത് തെരുവിനെ കുറിച്ച് പറഞ്ഞല്ലോ, നടന്നു വന്ന വഴിക്കായിരുന്നു ജൂതത്തെരുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ജൂതന്മാരാരും അവിടെ ഇല്ല, അവരുടെ വീടുകളും ഇല്ല. പക്ഷേ എങ്കിലും ഇത് അറിയപ്പെടുന്നത് ജ്യൂ സ്ട്രീറ്റ് എന്നാണ്. ജൂതർ പാർക്കുന്ന ഇടം ജൂതനഗരം അഥവാ ജൂതത്തെരുവ്. തെരുവിൻ്റെ നിരപ്പിലുള്ള ഭാഗത്ത് കച്ചവട സ്ഥലം, പിന്നിൽ താമസ സ്ഥലവും ഇതായിരുന്നു ജൂതത്തെരുവിൻ്റെ ഘടന. ജൂത കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം തെരുവുകൾ കാണാം. നോർമലി അങ്ങനെയാണ്, ജൂത കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം തെരുവുകളാണ് ഉണ്ടാവുക. അപ്പോൾ ജൂതരുടെ വീടുകൾക്കിടയിൽ മറ്റ് സമുദായക്കാരുടെ വീടുകൾ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിൽ വിരളമല്ല. അങ്ങനെ സംഭവിക്കാറുണ്ട് കേരളത്തിൽ ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മതമൈത്രിയുള്ള ഒരു രാജ്യം, ഒരു സ്ഥലമായിരുന്നു നമ്മൾ. ഇപ്പോഴത്തേനെക്കാട്ടിലും കുറേ കൂടിയൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഗൈഡിനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് റസീന. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞു തരും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ജൂയിഷ് സിനഗോഗിൻ്റെ ചരിത്രം
അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ആ പ്രസൻസിലൂടെ. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ എന്താ ഒരു സെറൈൻ ഫീലാണ്. അപ്പോൾ ഇത് 1165-ലാണ് സിനഗോഗിനെ ആദ്യമായിട്ട് ഇവിടെ പണിതിരിക്കുന്നത്. ജൂത തെരുവിനോട് ചേർന്നിട്ടാണ് എന്നും സിനഗോഗുകൾ പണിയപ്പെടുന്നത്. ജൂ സ്ട്രീറ്റിനകത്ത്, അതായത് ഇതിന് പിറകിൽ ഒരു മാർക്കറ്റ് ഉണ്ടാവും. ജൂതർ താമസിക്കുന്ന ഇടം ജൂ സ്ട്രീറ്റ് എന്നറിയപ്പെടും. ഒട്ടുമുക്കാൽ ഭാഗം ആളുകളും ജൂതർ തന്നെയായിരിക്കും. മറ്റുള്ള സമുദായത്തിലുള്ള ആളുകളും പതിവാണ്. ഏറ്റവും കൂടുതൽ ജൂതർ തന്നെയായിരിക്കും. നടുക്ക് റോഡായിരിക്കും, രണ്ട് വശങ്ങളിലും വീടുണ്ടാകും. ബാക്കിലോട്ട് വീടിന്റെ ഫ്രണ്ട് ഏരിയ മിക്കവാറും ഷോപ്പായിരിക്കും. ബാക്കിൽ മേളിലാണ് അവർ ലിവിംഗ് ഏരിയാസ്. ഒരു സിനഗോഗ്. അപ്പൊ അവർക്ക് ആ ഒരു സ്ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനഗോഗും കാണും, അവരുടെ ആരാധനാലയം എന്നും സിനഗോഗ് എന്നും ജൂ സ്ട്രീറ്റിനകത്താണ് വരുന്നത്. കാരണം ഇവര് ട്രേഡ് റിലേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റിന് സമീപം താമസിക്കുന്നത്. അപ്പൊ എളുപ്പത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സിനഗോഗിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ക്ലിയർ ആയി എന്ന് തോന്നുന്നു അല്ലേ? ജൂയിഷ് സിനഗോഗ്സ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഏരിയയിൽ വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനാലയം, അവർ താമസിക്കുന്ന സ്ഥലം. 12ഓളം സിനഗോഗുകളെ കുറിച്ചിട്ട് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ അവർ മൈഗ്രേറ്റ് ചെയ്യുന്ന, അതായത് 1948 ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി തിരിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടേക്ക് പോകാൻ നടക്കുന്ന സമയത്ത് ആ സമയത്ത് 8 എണ്ണത്തോളം വർക്കിംഗ് ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ 1948 ഓൺവേർഡ്സ് അവർ അങ്ങോട്ട് പോകാനുള്ള ഒരു 1950ഓടുകൂടി അവര് ആലിയ റിട്ടേൺ ടു ദർ ഹോളി ലാൻഡ്. അപ്പോൾ ആലിയ നടന്നിരിക്കുന്നത് 50-ൽ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്ട്രീറ്റിൽ നിന്നുള്ള ലാസ്റ്റ് ജ്യൂവും ഇസ്രായേലിലേക്ക് ചെന്നിരിക്കുന്നു. അയ്യോ. അപ്പോൾ 1950 ഓൺവേർഡ്സ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, കേരളത്തിലുണ്ടായിരുന്ന ജൂതന്മാരെല്ലാം അവരുടെ സ്ഥലത്തേക്ക്, അവരുടെ ഹോളി ലാൻഡിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നുള്ളതാണ്. അതിൻ്റെ ശ്രമങ്ങൾ തുടങ്ങി ഇസ്രയേലിലേക്ക്. അപ്പോൾ ഈ തെരുവിലുണ്ടായിരുന്നവരും എല്ലാം അവരെല്ലാം അവിടെയാണ്, അവരുടെ പിൻഗാമികളും എല്ലാം അല്ലേ. പക്ഷേ നമുക്ക് എടുത്ത് പറയാവുന്നത് അവർ ഇവിടെ താമസിച്ച സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇവിടെ അവർക്ക് പെർസിക്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. വളരെ നല്ലൊരു സേഫ് സോണിലാണ് അവരിവിടെ താമസിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഏറ്റവും നല്ലൊരു എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യും. അവരിപ്പോഴും ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? എങ്ങനെയാണ് ആളുകൾ വരാറുണ്ട് അവരുടെ സ്ഥലത്ത് നിന്ന്, ഇസ്രയേലിൽ നിന്ന്? അവർ പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ പിൻതലമുറക്കാര് അവരവരുടെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് വരുമായിരിക്കും. വളരെ ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്ന ജൂതർ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ. വെരി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അപ്പോൾ ഈ പഴയ വീടുകളും ഒക്കെ പോയി അല്ലേ? അതൊന്നുമില്ല. 1-2 പഴയ രീതിയിൽ തന്നെ നമ്മൾ യാതൊരു ഓൾട്ടറേഷനും വരാണ്ട് നിൽപ്പുണ്ട്. അതിലൊരെണ്ണം മുസ്ലിംസ് ഏറ്റെടുത്തു. ഓക്കെ. അങ്ങനെ ഒരു ഓർമ്മയ്ക്കായിട്ട് 1-2 ഒക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത് 11th സെഞ്ച്വറിയിലാണ് ഫസ്റ്റ് ഇതുണ്ടായിരുന്നത്. ആൻറ്റിക്വിറ്റി ഓഫ് ദി പറവൂർ സിനഗോഗ് അതും എഴുതി വെച്ചിട്ടുണ്ട്. 1164 അല്ലേ? 1164 മുതൽ 11th സെഞ്ച്വറിയിലാണ് പലവട്ടം പുതുക്കി പണിതതാണ് പറവൂർ ജൂതപ്പള്ളി. ഇതെല്ലാം കൽപ്പലകയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതാണോ ഈ ഉദ്ദേശിക്കുന്നത്? ഹീബ്രു അവസാനമായി സിനഗോഗ് പുതുക്കിയതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹീബ്രു ലിപികളിൽ ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ ജൂതന്മാരുടെ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്ന ഈ ശിലാലിഖിതം, കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ജൂയിഷ് സിനഗോഗിൻ്റെ ലാസ്റ്റ് റിനോവേഷൻ നടന്ന ഇയറിനെ കുറിച്ചൊക്കെയാണ്. നമുക്കിപ്പോൾ ഹീബ്രു വായിക്കാൻ അറിയാഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ബട്ട് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. ഒരു വലിയൊരു മോണ്യുമെൻറ്റ് പോലെ തന്നെ നമുക്ക് വിചാരിക്കാം. 1616 അത് അവസാനമായിട്ട് പുതുക്കി എന്ന് പറയുന്നത് അല്ലേ? മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനഗോഗ് ഒരു കേരള ആർക്കിടെക്ചർ മോഡലിലാണ് പണിത്. അത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല നമ്മൾ കടന്നു വരുമ്പോൾ പടിപ്പുരയാണ് കാണുന്നത്. പടിപ്പുര. ഈസ് ദ മാർക്ക് ഓഫ് കേരള ഹൗസ്. ആൻഡ് വെരി സ്പേഷ്യസ് ഫ്രണ്ട് യാർഡ്. നമ്മളിവിടെ കാണുന്നത് ചെറിയ ഡോറ്, കുഞ്ഞ് കൽവിളക്കുകൾ. അതെ. കണ്ടില്ലേ? കൽവിളക്കും. നമ്മൾ തല കുനിച്ച് കയറുന്നു. പടിപ്പുരയുണ്ട്. കേരള കൾച്ചറാണ്. അതെ. ഒരു വണങ്ങി കയറുന്ന, വീട്ടിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു റെസ്പെക്റ്റോട് കൂടി കയറുന്നത്. ഓക്കെ. അപ്പോൾ കയറാം അല്ലേ? അപ്പോൾ 1164 ആണ് ആദ്യത്തെ ജൂതപ്പള്ളി ഇവിടെ ഈ ഒരു പള്ളി ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷെ അന്ന് കുറച്ചുകൂടി ചെറിയൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നിരിക്കണം, അല്ല അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? പക്ഷേ കാലാകാലങ്ങളിൽ
അവർക്കുണ്ടായ പ്രോസ്പെറിറ്റി, കാര്യം അവർ കച്ചവട ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അല്ലേ വന്ന് സെറ്റിൽ ചെയ്ത്, അവരതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് പിന്നീട് പുതുക്കി പണിത സമയത്തൊക്കെ കുറച്ചുകൂടി ബിഗറാക്കി. ആൻഡ് 1616 അവസാനമായി അപ്പോൾ ഏറ്റവും വലിയൊരു സിനഗോഗാക്കി അവർ മാറ്റി. കേരളത്തിൽ ഏറ്റവും വലിയ സിനഗോഗായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇന്ത്യയിൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ്. അതൊരു പ്രധാന പോയിന്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും, എല്ലാം ഒരു കറക്റ്റ് ഒരു കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ തന്നെയാണ് അല്ലേ? എക്സാക്റ്റായിട്ട്. എത്ര വാതിലപ്പോൾ ആണല്ലേ? തലകുനിഞ്ഞ് അവരുടെ ഹോളി പ്ലേസ് കാണത്തക്ക രീതി, ഫേസ് ചെയ്യത്തക്ക രീതിയിലാണ് പുറത്തുനിന്ന് അവിടെ തൊട്ട് ഇവിടം വരെയും ഒറ്റ ലൈനിലാണ് പോണത്. കേരള ആർക്കിടെക്ചറാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്തു. നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നും ഹോളി പ്ലേസ് ജെറുസലേമിനെയാണ്. അവരുടെ ഹോളി പ്ലേസ് ജെറുസലേം, അതിനെയാണ് ആ ആർക്ക് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. ആ വെളിയിൽ നിന്ന് നോക്കിയാലും അത് ഒരേപോലെ ഒറ്റ ലൈനിലാണ് ആ ഒരു എല്ലാ ആർച്ചസും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അല്ലേ തിട്ട മാതിരി വന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം. യെസ്, അതൊക്കെ ഒരു കേരള സ്റ്റൈൽ. അപ്പോൾ അവരുടെ ഹോളി പ്ലേസിലേക്കുള്ള ആ ഒരു വ്യൂ പോയിന്റിലൂടെ തന്നെയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അകത്ത് കിടക്കുമ്പോൾ മെസൂസ ടച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ മെസൂസയിൽ ഇങ്ങനെ തൊട്ടിട്ട് വേണം നമ്മൾ, ചുംബിച്ചുകൊണ്ട് വേണം തൊട്ട് ഇങ്ങനെയാണോ തൊട്ട് ചുംബിച്ചുകൊണ്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ ഒരു ഹോളി സ്ക്രിപ്ചർ പോലെയാണ് അത് തൊട്ട്. അവരുടെ വീടുകളാണെങ്കിലും സിനഗോഗ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞത്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്.